എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നെന്നോ, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നെന്നോ എന്നൊന്നും ഞാൻ പറയുകയില്ല. നിങ്ങളെ പോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. നിസ്കാരം വളരെ കുറവാണ്. ഒരുപാട് നന്മകളൊന്നും എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ കാരണം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. വാപ്പമാരേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? റുബമാ യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹാ. ഒരു രാത്രിയിൽ ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഒരു ഭാര്യ പറയുകയാണ്, ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പേരെന്ന് പറഞ്ഞു. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ സുമ്മ യബ്ഖി, എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, സുബഹി വരെ അതാ ബെഡ്റൂമിനകത്തിരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞിട്ടല്ല, ഖബർ പറഞ്ഞിട്ടല്ല, മരണം പറഞ്ഞിട്ടല്ല, മഹ്ശറ പറഞ്ഞിട്ടല്ല, ഹിസാബ് പറഞ്ഞിട്ടല്ല, സിറാത്ത് പറഞ്ഞിട്ടല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനും പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, കൈകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ രാത്രി മുഴുവനും എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. കാരണം അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. നാട്ടുകാരല്ല പറഞ്ഞത്, അയൽവാസികളല്ല പറഞ്ഞത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ, വല്ലാത്ത പേടിയായിരുന്നു. സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നു. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാൻ പോയതാണ്. പള്ളിപ്പറമ്പിൽ ഖബറടക്കാൻ പോയി. ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും ഇറങ്ങി പോവുകയാണ്, എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല. കൂടെ വന്നവര് വിളിക്കുന്നു, വാദങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ്. പടച്ചവനെ, എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, ഖബറടക്കിയല്ലോ, ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എല്ലാവരും പോകാറ്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടടോ. ജനങ്ങൾ പോയെന്ന് മനസ്സിലാക്കുമ്പോ ആ പള്ളിപ്പറമ്പിലെ ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോവുകയാ. ഒരു പഴയ ഖബറിന്റെ ചാരത്ത്
പോവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരിക്കുകയാ. ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ ഖബറിന്റെ ചാരത്തിരുന്ന് താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ഒന്നും മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഒരുപാട് നേരമായി അവിടെ ഇരുന്ന് കരയുകയാ. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് നേരമായല്ലോ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്തേ ഒന്നും ചോദിക്കാത്തത്? ഒന്നും ചോദിക്കാത്തതെന്ത്? ആരാ ചോദിക്കുന്നത്? ഖബറാടാ ചെറുപ്പക്കാരാ. ഉസ്താദേ, ഖബർ സംസാരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഖബറിന് നാവുണ്ട് സ്വഹാബാ, ഖബറിന് നാവുണ്ടടോ. ഞാൻ സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമടോ. ആരോടാണ് ഖബർ സംസാരിക്കുന്നതെന്നറിയുമോ? അതിന്റെ ചാരത്ത് പോകുന്നവരോട്, അതിന്റെ അടുക്കൽ പോകുന്നവരോട് ഖബർ സംസാരിക്കുമെന്നാണ്. ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ. ഖബറാണെന്നുള്ള ഓർമ്മയില്ലല്ലോ. തമാശ പറയുന്നത് അവിടെയല്ലോ, കോമഡി പറയുന്നത് അവിടെയല്ലോ, രാഷ്ട്രീയം പറയുന്നത് അവിടെ നിന്നല്ലോ, കച്ചവടത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്താ. പടച്ചവനെ, നമുക്കൊരു പേടിയില്ലടോ. എന്നാ ഖബറിനെ കുറിച്ച് പഠിക്കണം ബാപ്പാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. ആരാടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബർ കണ്ടിട്ട് കരഞ്ഞവരുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഖബർ കുഴിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? അവൻ കരയാറുണ്ടോ സഹോദരാ? മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച് തമാശ പറയുന്നത് ഖബറിനകത്ത് നിന്നിട്ടല്ലേ. പടച്ചവനെ, ഖബർ കുഴിക്കുന്നവന് പേടിയില്ല, മണ്ണ് വെട്ടിയെടുക്കുന്നവന് പേടിയില്ല, ഖബറിനകത്ത് ഇറങ്ങുന്നവന് പേടിയില്ല, പിടിമണ്ണ് വാരി വെക്കുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, മണ്ണ് വെട്ടിയിടുന്നവന് പേടിയില്ല, ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവനും പേടിയില്ല. എല്ലാവർക്കും തമാശയാടോ. എന്തേ ഖബർ കുഴിക്കുന്നവന് കരയാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അവൻ അറിയില്ല ഖബറിനെ കുറിച്ച്, ആ ഖബറിന്റെ സ്വഭാവത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയളിബു അലാ സ്വദിരി. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണ് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട് സുഖിക്കുന്നത് പോയിട്ട് നിന്റെ വീടിനകത്ത് കടിക്കാൻ ഭക്ഷണം നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാ ചിരിക്കുന്നതിന് പകരം കരയും ബാപ്പാ. വയളിബു അലാ സ്വദിരി, നെഞ്ചത്തടിച്ചിട്ട് കരയുമെന്ന് നബി തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്ന് പറയാൻ പഠിപ്പിക്കാൻ, ആരാണെന്നറിയാനാ ചരിത്രം പറയുന്നത്. ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുകയാണ്. എന്തെങ്കിലും ചോദിക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുകയാ,
മസഖത്തുൽ അക്ഫാർ. ഖബറങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ. ഖബറിന്റെ മുകളിലേക്ക് പിടഞ്ഞു വീണു വാപ്പാ നിലവിളിക്കുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാ. ആ കരച്ചൽ കണ്ടിട്ട് ഖബറിന് പോലെ സങ്കടം തോന്നിയടോ. ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് അതാ ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. അതുകൊണ്ട് ഇവിടത്തെ ഉറൂസിന്റെ അവസാന ദിവസമാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എടുക്കടോ ഉപ്പമാര്, സഹോദരങ്ങളെ എടുത്തോ, വാപ്പമാരെ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ എടുത്തോ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. പടച്ചവനല്ലേ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് നേട്ടം നിനക്കാണല്ലോ. അസ്സദഖത്തു തുറത്തിൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. വരാനിരിക്കുന്ന അപകടങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ. പടച്ചവനെ, ഇന്നൊരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ആടോ, കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്. കിഡ്നി രോഗം പിടിച്ചവരുണ്ട്, കരൾ രോഗം പിടിച്ചവരുണ്ട്, ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. ഏതെല്ലാ രീതിയിലുള്ള രോഗികളെയാ കണ്ടത്. പടച്ചവനെ, അടുത്ത് ഞാൻ ഇവിടെ പരിസരത്ത് വഅദിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയ സുഹൃത്ത് അബറാരി ഉസ്താദ് ഒരു സഹോദരൻ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം മുഴുവനും തളർന്നു കിടക്കുകയാ. ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരനാട് ഒരു ഭാഗം മുഴുവനും തളർന്നിരിക്കുന്നുണ്ട്. ആ ചെറു സഹോദരൻ തന്റെ തല കാണിച്ചു തരികയാണ്. ഉസ്താദേ, എന്റെ തല കീറിയിട്ട് തലച്ചോറെടുത്ത് വയറ്റിലാണ് കുറച്ചു നാൾ വെച്ചിരുന്നത്, പിന്നെ അതെടുത്ത് തലയിൽ വെച്ചു. ഇത് പടച്ചവനെ, ഇതുപോലെ സങ്കടം പറയുന്ന എത്ര പേരാണ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവരുണ്ടോ? ഇന്നും വാട്സപ്പിൽ ദുആ വസിയ്യത്ത് വന്നു. എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലിൽ ക്യാൻസർ വന്നിട്ട് കിടക്കുന്ന ഒരു കുടുംബം. ഉസ്താദേ, ദുആ ചെയ്യാറ്. പടച്ചവനെ, ഡോക്ടറോട് പറയുന്നു പൈസയില്ല, ഇനി ചികിത്സിക്കാൻ പൈസയില്ലെന്ന് പറയുന്ന അവസ്ഥ. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മക്കാമിൽ വഅദ് കേൾക്കാമെന്നതല്ല, ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചു വന്നവരാണ്. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ഒരുപാട് രോഗമുള്ളവരുണ്ട്. ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന മുസ്ലിമേ, നീ ഒരുപാട് പണം ചെലവഴിച്ച് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് മാറാത്ത രോഗം മാറാറ് നിബിതങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാണ്. ഏത് രോഗത്തിനും മരുന്നുണ്ടോ, ഏത് രോഗത്തിനും മരുന്നുണ്ടോ. ഏതു മാറാത്ത രോഗവും മാറാനുള്ള മരുന്ന് എന്തെന്നറിയുമോ? നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ഒരുപാട് രോഗവുമായി നടക്കുന്നവരുണ്ട്. ഉസ്താദേ, എത്രയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എൻ്റെ അസുഖം മാറുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല. രോഗം മാറാൻ ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സദക്ക കൊടുത്തിട്ട് അവർ ചികിത്സിക്കും. ഇപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്നു, ഈ ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ചിലര് കണ്ട പരിചയം പോലും കാണിക്കൂല, തിരിഞ്ഞു പോലും നോക്കൂല. എന്നാ നിങ്ങളൊന്ന് ചിന്തിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ക്യാൻസറിന്റെ ടെസ്റ്റിന് പറഞ്ഞു, ഡോക്ടർ ക്യാൻസറിന്റെ ടെസ്റ്റിന് പറഞ്ഞു, നിന്റേത് ടെസ്റ്റിന് അയച്ചു, നീ പൈസ കൊണ്ടുവന്ന് ഖതീബിന്റെ കൈ കൊടുത്തിട്ട് പറയൂ, ഉസ്താദേ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, രക്ഷപ്പെടാൻ ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ, ദുരിതം വരുമ്പോ, കീറണമെന്ന് പറയുമ്പോ, മാരകമായ രോഗം വരുമ്പോ സദക്ക കൊടുത്ത് ദുആ ചെയ്യാൻ അറിയാം.
ഇതാ നബിതങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുക്കും. എന്ത് തിരിയാത്തത്? ഞാൻ ഇന്ന് വരുമ്പോൾ അബ്രാരി എന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ ബേക്കൽ ഭാഗത്തെങ്ങാണ്ടുള്ള ചെറുപ്പക്കാരൻ, ഉസ്താദെ ഉമ്മ മരണപ്പെട്ടു പോയി, വാപ്പയും മരണപ്പെട്ടു പോയി, ഇപ്പം ആ ചെറുപ്പക്കാരൻ്റെ ഒരു കാലിന് ക്യാൻസർ എങ്ങാണ്ട് വന്നിട്ട് വളരെ പ്രയാസത്തിൽ കിടക്കുന്നു, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അള്ളാഹു പൊന്നുമോന് ശുഭ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലൊരു ക്യാൻസർ രോഗി എന്ന കണക്കാണെന്ന്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഉറൂസിൻ്റെ അവസാന ദിവസമാ, സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു തന്നതിൽ നിന്ന്, നിൻ്റെതല്ല അല്ല തന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിട്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ബക്കറ്റുമായിട്ട് പോണേ? ആ, സബ് ജൂനിയർ വിഭാഗമാണ്. ആ ബക്കറ്റ് നേരെ പിടിക്കാൻ വയ്യാത്ത പയ്യൻ്റെ കയ്യിലാണ് അപ്പോൾ ബക്കറ്റ് കൊടുത്ത് വിടുന്നത്. മോനെ ഷാ അല്ലാ, എൻ്റെ പേരെന്തരാ? ഷാമിൽ. നിനക്ക് സ്വർഗത്തിൽ പോകണോ? എങ്കിൽ ഈ ഇരിക്കണ എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് ഒരു നാണവും ഇല്ലാതെ ബക്കറ്റ് പിടിച്ച് പൈസ മേടിച്ചോണം. ഈ ബക്കറ്റ് പിരിവ് നടത്തിയാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. സ്പീഡൊന്നും ഇല്ല, പതുക്കെ നിന്ന് മേടിച്ചോട്ടോ. ഇവിടുന്ന് മേടിച്ചിട്ട് ഇപ്പോൾ കൊല്ലാരെയുന്നു. അൽഹംദുലില്ലാ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആരോ ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നവരോട് ഞാൻ പറയുകയാ, നീ മരിച്ചാൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ നല്ലവരായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ വ്യക്തി അത് നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത് സാക്ഷി പറയേണ്ടത് ആരാ? ഒന്ന് പറയടോ, ആരാ? 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 നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആമിനയില്ലേ, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? ആലോചിക്കേ, പറയോ? അവൾ ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പറയൂല. ലോകത്ത് ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നമ്മളിൽ അധികം പേരുടെയും ഭാര്യമാര് പറയുമോ ഇല്ലയോ? നിന്റെ സർവ്വതും അവക്കറിയാം. നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ട് നെളിഞ്ഞു കിടക്കുക നമ്മളൊക്കെ അല്ലേ, വലിയ ആളെ പോലെ. പക്ഷെ നിന്റെ യഥാർത്ഥ ഗുണം എന്താന്ന് പെണ്ണുമ്പിള്ളേക്കല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പറയോ നമ്മുടെ ഭാര്യ? ഒന്നാലോചിക്ക്. ഇന്ന് വയതെല്ലാം കഴിഞ്ഞ് ചുമ്മാതെ രാത്രി വീട്ടിൽ പോയിട്ട് എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാതെ ഒന്ന് ചോദിക്കണം, എൻ്റെ പൊന്നാര ആയിഷ, എടി ഞാൻ മരിച്ച നീ എൻ്റെ അള്ളാഹുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചങ്ങാതി, പറയണമെങ്കിൽ നീ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണ്ടേ? ആ ഭാര്യ നിന്നെക്കുറിച്ച് അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് നീ നല്ലവനായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വേണ്ട? എന്ത് യോഗ്യതയാ ഉള്ളത്? എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? നമ്മൾ എന്താ ജീവിതത്തിൽ ചെയ്യുക? അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഷാ ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ വളരെ പ്രയാസത്തിലൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഅദ് പറയാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? നമ്മുടെ ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഅദ് പറയാന്ന് വെച്ചാൽ. പക്ഷെ പേടിയാടോ, പഠിക്കണ കാലത്ത് ഒരുപാട് തല്ല് കൊണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പേടിയുണ്ട്. ഉസ്താദന്മാരൊക്കെ, പണ്ടത്തെ ഉസ്താദന്മാരൊക്കെ പഠിച്ചില്ലെങ്കിൽ തല്ലൂലേ? ഇപ്പോഴത്തെ ഉസ്താദന്മാരും തല്ലൂലല്ലേ? ഇപ്പം തല്ലിയ ഉസ്താദ് അകത്ത് കിടക്കുന്ന കാലമാണ്. പണ്ടങ്ങനല്ലല്ലോ, പഠിച്ചില്ലെങ്കിൽ ഉസ്താദന്മാർ തല്ലും. അല്ലാഹു ആ തല്ലൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനല്ലേ?
അള്ളാഹു നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അബ്രാരിയൊക്കെ എത്ര അടിയുണ്ട്, ഞാനും അബ്രാരി ശരീക്കന്മാരാ, എത്ര തല്ലുകൊണ്ട് പത്തനാപുരത്ത് കോളേജിലൊക്കെ ഒരുപാട് അടികൊണ്ടവരാ. പക്ഷെ അതിലൊക്കെ പ്രയോജനം ഉണ്ടായി, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉസ്താദന്മാരുടെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. പറയോ നാലിച്ച് നോക്ക്, പറയോ ഇല്ലയോ എന്ന്. ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ പറയോ എന്ന്. ഇവിടെ പറയണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വേണ്ടേ? അവളെ കാണാൻ എന്തെങ്കിലും വേണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയാ, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാഹിനെ പേടിയുള്ള ഒരാളെ. ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം, എൻ്റെ ഇച്ഛ ഏത് രാത്രി വന്ന് കിടന്നാലും സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ഒരു വഖത്ത് പോലും മുടക്കൂല എൻ്റെ ഇക്ക. ഞാൻ ചിലപ്പോൾ നിസ്കാരം മുടക്കും, എൻ്റെ ഇക്ക മുടക്കില്ല, കാരണം എൻ്റെ ഇക്ക അള്ളാഹിനെ പേടിയുള്ളവനാ. പറയാൻ കഴിയണം. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ജീവിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ, അതല്ലത് നാട്ടുകാരെ കൊണ്ട്, നാട്ടുകാരൊന്നും പറയൂടോ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ചിലർ നാട്ടുകാരുടെ മുമ്പിൽ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ, സ്വന്തം അവിടെ ഓടി നടന്ന് കെട്ടുന്ന ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. 1, 2, 3 പെണ്ണൊക്കെ കെട്ടും. എടാ, അവിടെ ഇവിടെയും പോയി പെണ്ണ് കെട്ടുന്നതിൽ കാര്യമൊന്നുമില്ല, ചെലവിന് കൊടുക്കണം. ചില ചങ്ങാതിമാർ വേണമെങ്കിൽ നാട്ടുകാർക്കും സംഘടനയൊക്കെ കൊടുക്കും, പെണ്ണുമ്പിള്ളയ്ക്ക് ചെലവിന് പോയിട്ട് ഒന്നും പാപം അള്ളാഹു ഫക്കീറിനെ പോലെ നടക്കണം, ഒന്നും കൊടുക്കാത്തുണ്ട്. ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് പൈസ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ പൈസ മൂട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളില്ലേ? ഇവിടെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എല്ലാവരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെയാ, പക്ഷെ ചെലവിനൊന്നും തരൂല നബിയെ. എൻ്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ അറിയപ്പെടുന്ന വലിയ ആളാ, പക്ഷെ ചെലവിന് തരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് നബിയെ, അത് അനുവദനീയമാണോ? ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാറുണ്ട് ഹിന്ദ്. അപ്പം അത് അനുവാദം ഉള്ളതാണോ, പാപമാണോ, അതോ മോഷണമാണോ, അത് അനുവാദം ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി മസ്തല ചോദിച്ചു. നബി തങ്ങൾ മസ്തല പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ വേണ്ടെന്ന് പറയും, കാരണം പെണ്ണുമ്പിള്ളമാരാ. പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഭർത്താവിൻ്റെ പൈസ എടുക്കുന്ന സഹോദരിമാരുണ്ടല്ലോ. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല പറഞ്ഞത്, എനിക്ക് ചെലവിന് തരത്തില്ല, ഒന്നും എനിക്ക് തരത്തില്ല നബിയെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളത് എടുക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ മഹാനായ നബിയിന റസൂലുള്ളാഹി. എങ്ങനെ മഹാനായ നബിയിന റസൂലുള്ളാഹി? അവിടെ ഒരു വെട്ടുണ്ട്, ആവശ്യമുള്ളതേ എടുക്കാവൂ, ഭർത്താവിനെ എത്തിങ്ങാനേലാക്കിയേക്കരുത്. അടാ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടങ്കരോട് എടുത്തേക്കരുത്. ആവശ്യമുള്ളത് ചുമ്മാ, എനിക്ക് പഠിച്ചവനെ ഒന്ന് റീചാർജ് ചെയ്യാൻ പൈസ വെച്ചാൽ കൊടുക്കത്തില്ല, ഒരു 50 രൂപ വല്ലപ്പോഴും പൊക്കിയില്ലേ, ഒരു ചുരിദാർ വാങ്ങാനൊരു കാരണം കൊടുക്കണമല്ലോ. ആ പാവങ്ങൾക്ക് നമ്മളല്ലാതെ ആര് കൊടുക്കാനാ? നമ്മളല്ലേ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, അല്ല നാട്ടുകാർക്കല്ലല്ലോ. അല്ല, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും അല്ലേ കൊടുക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ബക്കറ്റ് പിരിവെല്ലാം കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ ചങ്ങായി ഇതുവരെ എത്തിയില്ലയോടാ? അൽഹംദുലില്ലാ. അള്ളാഹു സദഖ കൊടുത്ത് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബും ഷഅബാനും. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? ബർക്കത്തിന് ദുആ ചെയ്യാറുണ്ടോ? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അറിയാവോ? ഇവിടെ ജാഗ കിട്ടലല്ല ബർക്കത്ത്, പണക്കെട്ടി ഇങ്ങനെ അടിക്കടിക്ക് നോട്ട് കിട്ടുന്നതിനല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടല ബർക്കത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹംദക്കിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പട്ടിണിയില്ല. നബിതങ്ങളും സ്വഹാബത്തും എല്ലാവരും പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കമീസ് പൊക്കിയിട്ട് കാണിച്ചു, നബിയെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് കെട്ടിയിട്ടാണ് ഞങ്ങൾ നടക്കണേ. ഞങ്ങൾ ഈ കിടങ്ങ് കുഴിക്കുന്നത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ കിടങ്ങ് കുഴിക്കുന്നത്, വിശക്കുന്നു നബിയെ. നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നബിതങ്ങൾ തൻ്റെ കമീസ് പൊക്കി കാണിച്ചു. 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നമുക്കൊന്നും അറിയത്തില്ലടോ.
വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയുന്ന ഒന്നുണ്ട്, നമ്മുടെ വാപ്പായിക്ക് അരയിൽ കെട്ടുന്ന ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. ഉണ്ടോ? നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുണ്ടോ? വാപ്പായ്ക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നോ? ഇത് നിധി സൂക്ഷിക്കാനുണ്ടതായിരുന്നോ? അല്ല. വാപ്പ അതങ്ങോട്ട് അരയിൽ കെട്ടിയ നേരെ നിൽക്കും. വാപ്പയുടെ അരയിലേക്ക് ആ ബെൽറ്റ് അങ്ങോട്ട് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. ആ ബെൽറ്റിന് അത്ര പവർ ഉണ്ടെങ്കിൽ കല്ലിനും പവർ ഉണ്ടോ? അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നബി തങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹാബത്തിന് വലിയ സങ്കടമായി. ജാബിർ തങ്ങളാണെന്ന് തോന്നുന്നു. നേരെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നബി പെണ്ണെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണിയില്ല, വയറ്റത്ത് കല്ല് വെച്ചിട്ട് നബി തങ്ങൾ നിൽക്കണ്ട, പാപം വല്ലതും തിന്നാനുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇത്തിരി മാവിരിക്കുന്നുണ്ട്, റൊട്ടി ഉണ്ടാക്കാം, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, കറി വെക്കാം, പോയി വിളിച്ചിട്ട് വരാം. എന്നാ കറി റെഡിയാക്കാൻ പറഞ്ഞു. മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പതുക്കെ പോയിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വീട്ടിൽ ഇത്തിരി ചപ്പാത്തിയും ഇറച്ചിക്കറിയുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. പള്ളിയിലെ ഖത്തീബിൻ്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദ് നിങ്ങൾ മാത്രം വന്ന് വിളിക്കണ പോലെ, അസിസ്റ്റന്റ് ഇമാമ എല്ലാ ഉസ്താദന്മാരും ഉണ്ടല്ലോ, കാരണം വെച്ചാൽ ഉസ്താദിന് മാത്രമേ ഉള്ളൂ. നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങളെ എൻ്റെ വീട്ടിൽ അല്പം ഇത്തിരി റൊട്ടിയുണ്ട്, ഇത്തിരി കറിയുണ്ട്, വരാൻ. ഇത് കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈക്കി വിളിച്ചു പറയണ പോലെ വിളിച്ചു പറഞ്ഞു, സഹാബ എല്ലാവരും വരാൻ, ഭക്ഷണം ഉണ്ടെന്ന്. ഈ സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ, 3 പേർക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, 80ഓളം വരുന്ന സഹാബത്ത് വരാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് നീ റൊട്ടി ചുട്ടാൽ മതി, മാവ് അവിടെ തന്നെ വെച്ചേരെ, ഇറച്ചിക്കറി അടുപ്പിൽ നിന്ന് എടുക്കരുത്, അവിടെ വെക്കാൻ. നബി തങ്ങൾ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൊട്ടി ചുടാൻ തുടങ്ങി, കറി കോരി കൊടുക്കാൻ തുടങ്ങി. 10 പേര് വന്നിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ 80ഓളം പേരും അത് കഴിച്ചു ബാക്കിയും വന്നു. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ.